എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കേട്ടോ. പക്ഷേ രാവിലത്തെ കാപ്പി ഒക്കെ കഴിഞ്ഞു, കാപ്പിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വിചാരിച്ചു ശരി അത് കഴിഞ്ഞിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ എന്നും ഈ ജോലി തന്നെയാണ് കേട്ടോ. ഒരിക്കലും വേറെ 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 പ്രത്യേകത ഒന്നുമില്ല. എന്നും രാവിലെ എണീക്കുക, കാപ്പി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, പിന്നെ കഴിച്ച പാത്രങ്ങൾ കഴുകുക, ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകുക, അതൊക്കെ തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ ഞാൻ മൊത്തം കിച്ചൺ മൊത്തം ക്ലീനാക്കും. എന്നുവെച്ചാൽ നമ്മൾ മുകളിലത്രയും ക്ലീനാക്കിയ ശേഷം അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടുപോയിട്ടാണ് എല്ലാ പാത്രങ്ങളും കഴുകുന്നത് കേട്ടോ. കുക്ക് ചെയ്യുന്നിടത്ത് ഞാൻ പാത്രം കഴുകാറില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നതല്ലാതെ ഞാൻ അങ്ങനെ കഴുകാറില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യും. പിന്നെ വല്ലപ്പോഴും ഈ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുമ്പം വാങ്ങി വെച്ചിരിക്കും, പക്ഷേ ഞാൻ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എല്ലാ ജോലിയും ചെയ്ത ശേഷം തോന്നും പിന്നെയും നമ്മൾ ഇതൊക്കെ ചെയ്ത് പിന്നെയും ഇതൊക്കെ തുടച്ച് പറക്കിയിടണമല്ലോ എന്ന് വിചാരിക്കുമ്പം ഞാൻ മടിക്കുന്നതാണ് കേട്ടോ. പിന്നെ വിചാരിക്കും ശരി നമ്മൾ കഴിച്ചില്ല, ചേട്ടനെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കും. അത് വളരെ റെയർ സമയത്ത് മാത്രമേ ഇങ്ങനെ നടക്കാറുള്ളൂ കേട്ടോ. പിന്നെ ജോലി ഉള്ളതുകൊണ്ട് മടിയായിരിക്കും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എല്ലാം ആയി ഒരു 11 മണി 12 മണിയാകുമ്പോഴാണ് ഇവിടെ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ചൂരയാണ് കിട്ടിയത്. ഒന്ന് ചേട്ടൻ്റെ വീട്ടിൽ, ഒന്ന് എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ വലിയ മീൻ കിട്ടുമ്പം ആദ്യം കുറച്ച് സങ്കടമായിരിക്കും, കാരണം ഇതൊക്കെ കട്ട് ചെയ്യുന്നത് ആലോചിക്കുമ്പം. ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഈ മീനൊക്കെ കട്ട് ചെയ്യാൻ പഠിച്ചത്. അല്ലെങ്കിൽ മീനൊന്നും അമ്മച്ചി കഴിവുമായിരുന്നു, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചട്ടി പിടിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ചട്ടി പിടിക്കില്ല, കാരണം ഞാൻ പറയും അമ്മ നാറണോ എന്ന് പറയും. പക്ഷേ ഇപ്പം പിന്നെ നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ഞാൻ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ അരപ്പൊക്കെ പുരട്ടി വയ്ക്കും, ചിലപ്പം അല്ലാതെ ഞാൻ സാധാ വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചൂര കിട്ടിയപ്പം കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചൂര പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് തോരൻ വെച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ചൂര തോരൻ എൻ്റെ ഷോർട്സിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ മീൻ അല്പം കരിഞ്ഞു പോയി, അതിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ചിലപ്പം റെയർ കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് ചോറും ഉള്ളിയും ഈ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നല്ല ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കും. ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ എന്നും നമുക്ക് കഴിക്കാൻ നല്ലതല്ല, വല്ലപ്പോഴും കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വീണ്ടും ഞാൻ ഇങ്ങനെ തുടച്ച് കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കും കേട്ടോ. എനിക്ക് എപ്പോഴും കിച്ചൺ ക്ലീനായിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതും അവിടെ തന്നെയാണ് കേട്ടോ. കിച്ചണിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചിലവാക്കുന്നത്. കാരണം കല്യാണത്തിന് മുമ്പ് ഞാൻ കിച്ചണിൽ കയറാറില്ല, കല്യാണം കഴിഞ്ഞ ശേഷം എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. പിന്നെ അപ്പുറത്തെ അടുക്കളയിൽ പറയണ്ടല്ലോ, എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ മൊത്തത്തിൽ അവിടെ ഒരു അലങ്കോലമായിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷ് ആകുമ്പോൾ ഒരു വല്ലാത്തൊരാശ്വാസം. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. പക്ഷെ ഉറങ്ങിയാൽ പോയി, കാരണം 3 മണിയാകുമ്പോൾ മോനെ വിളിക്കണം. പാവം അവൻ കാത്തിരിക്കും. പിന്നെ കിടന്നാൽ ഉറങ്ങിപ്പോവും കേട്ടോ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. പിന്നെ പെട്ടെന്ന് കുളിച്ച് അതിനിടയിൽ ഫുഡും കഴിക്കണം, കാരണം നല്ല വിശപ്പ് വന്നു. ഇടയ്ക്കാണ് ഇങ്ങനെ എനിക്ക് വിശക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ശരി 4 മണിയാവട്ടെ 5 മണിയാവട്ടെ. പിന്നെ ഇനി അവൻ വന്നാൽ പിന്നെ അവൻ്റെ കാര്യം നോക്കി പിന്നെ ഫുഡ് കഴിപ്പ് നടക്കത്തില്ല കേട്ടോ. അപ്പം പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് ചോറുണ്ട്, പിന്നെ ചൂര തോരനുണ്ട്, ചൂര പൊരിച്ചതുണ്ട്, ബീട്രൂട്ടുണ്ട്, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരുന്നു എനിക്കിഷ്ടം, പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ഞാൻ ആസ്വദിച്ച് കഴിക്കും. പക്ഷെ ചേട്ടൻ ഇടയ്ക്ക് അത് കുറവ് ഇത് കുറവെന്ന് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല, കാരണം ഞാനത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫുഡ് കേട്ടോ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ അധ്വാനിക്കുന്നത് എനിക്കറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ പറയാൻ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടി വേറെ ഒന്നുമില്ല. രാവിലെ നിങ്ങളെപ്പോലെ ഞാൻ എണീക്കുന്നു, നിങ്ങളെപ്പോലെ കുക്ക് ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.